നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയൊരു അപകടം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെനിയയിലുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. നമ്മുടെ 5 സഹോദരങ്ങളാണ് ആ അപകടത്തിൽ മരിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8:45 മണിയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിൽ ഖത്തർ എയർവേസിൻ്റെ വിമാനത്തിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും. മൂവാറ്റുപുഴ സ്വദേശിനിയായ ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹ്റിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ 7 വയസ്സുള്ള ടൈറ റോഡ്രിഗസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് എത്തിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. ഉമേഷ്, ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയായിരുന്നു. കെനിയയിൽ നിന്ന് അത്രയും കിലോമീറ്റർ അപ്പുറം നിന്ന് നമ്മളെ തേടിയെത്തിയത്. നമ്മുടെ 5 സഹോദരങ്ങൾ ഒരു വാഹനാപകടത്തിൽ പെടുകയും മരണപ്പെട്ടു എന്ന വാർത്ത. ഇന്നിപ്പോൾ മൃതദേഹങ്ങൾ എത്തിക്കുന്നു, അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് ശ്രമഫലമായിട്ടാണ് ചില സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെട്ടത് എന്നൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? 8:45 ഖത്തർ എയർവേസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ 5 പേരുടെയും മൃതദേഹം എത്തിക്കും. അതിനുശേഷം ഇവിടെ എത്തിച്ച ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനു തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, 29 വയസ്സുള്ള ജസ്ന, അവരുടെ മകൾ റൂഹി മെഹ്റിൻ, 1.5 വയസ്സ് മാത്രമാണ് റൂഹിക്ക് പ്രായം. മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, ഇവരുടെ മകൾ ടൈറ റോഡ്രിഗസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിക്കുക. ഇതിൽ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശിയായ റൂഹി മെഹ്റിനും മകൾ മൂവാറ്റുപുഴ സ്വദേശിനി ജസ്നയും മകൾ റൂഹി മെഹ്റിനും, ഈ 2 പേരുടെ മൃതദേഹം ഇവിടെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം നേരെ അവരുടെ വീട്ടിലേക്ക് പേഴക്കാപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 11 മണിയോടെ തന്നെ അവരടക്കം ഉണ്ടാകും എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം ഈ മാവേലിക്കര സ്വദേശിനി ഗീത ഷോജി ഐസക്, ഗീത ഷോജി യഥാർത്ഥത്തിൽ മാവേലിക്കര സ്വദേശിനിയാണെങ്കിൽ ഇവരുടെ മകൻ ഇവിടെ കലൂരാണ് താമസം. ഇവരുടെ മറ്റൊരു മകൻ പരിക്കേറ്റ് കഴിയുകയാണ്. അദ്ദേഹം കൂടി വന്ന ശേഷം ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാരം എന്നാണ് അറിയുന്നത്. അതുവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിക്കും. പാലക്കാട് സ്വദേശികളുടെ മൃതദേഹം നേരെ പാലക്കാട്ടേക്കാണ് കൊണ്ടുപോകാമെന്നാണ് അറിയുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹങ്ങൾ എപ്പോൾ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിന് കാരണം ഈ യെല്ലോ ഫീവർ വാക്സിൻ നിബന്ധന അത് നിർബന്ധമാക്കിയത് കൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം വന്നു. അത് ഈ മൃതദേഹങ്ങൾ ശരീരങ്ങൾക്കൊപ്പം നിഗമിക്കുന്നവർക്കും ഈ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന് ഈ കെനിയയിൽ നിന്ന് വിമാനത്തിൽ കയറും മുമ്പാണ് അത്തരത്തിലൊരു നിബന്ധനയെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നീട് കെനിയയിലെ ലോക കേരള അംഗങ്ങൾ അവർ ഇക്കാര്യം നോർക്ക റൂട്ട്സിനെ അറിയിച്ചു. ഒപ്പം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് മുഖ്യമന്ത്രിയും ഒപ്പം ആരോഗ്യ വിഭാഗവും ഒക്കെ കേന്ദ്ര സർക്കാരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഈ പ്രത്യേക സാഹചര്യത്തിൽ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധന താൽക്കാലികമായി അത് ഒഴിവാക്കുകയുമായിരുന്നു. അതോടെയാണ് ഈ തടസ്സം നീങ്ങിയത്. അങ്ങനെയാണ് മൃതദേഹം വളരെ വേഗത്തിൽ കെനിയയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. കെനിയയിൽ നിന്നും ഖത്തർ വഴി ദോഹ വഴിയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക. ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മന്ത്രി പി രാജീവാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കും. നോർക്കയുടെ മേധാവി ഉൾപ്പെടെയുള്ളവരും ഇവിടെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. കഴിഞ്ഞ 9-ാം തീയതിയാണ് ഏറ്റവും സങ്കടകരമായ ദുഃഖകരമായ സംഭവം കെനിയയിൽ. ആ സംഭവത്തിന്റെ ഒരു ആഘാതം ഇതുവരെ നമ്മളെ വിട്ടുമാറിയിട്ടില്ല ഉമേഷ്. നമ്മളെ ഏറ്റവും ദുഃഖത്തോടെയാണ് ആ വാർത്ത കേട്ടത്. ഏതായാലും ഇന്ന് അവരുടെ മൃതദേഹങ്ങൾ എത്ര സന്തോഷത്തോടെ വിവിധ നാടുകളിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യരാണ്. അവരൊരു വിനോദയാത്ര പോയതാണ്, പക്ഷേ അതൊരു ദുരന്തത്തിലായിരുന്നു കലാശിച്ചത്. ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരങ്ങൾ ജന്മനാടുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്നത് മാത്രമാണ് നമുക്കിന് ചെയ്യാൻ പറ്റുന്ന ഏക കടമയെന്ന് പറയുന്നത്. നാട് ഒരുമിച്ച് അവർക്ക് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഏറ്റവും വേദനയോടെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.